നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ പക്ഷിപ്പനി ഭീതി ഒഴിയുന്നു. 1719 പക്ഷികളെ കൊന്ന് സംസ്കരിച്ചു. ജാഗ്രത തുടരണമെന്ന് മൃഗസംരക്ഷണ വകുപ്പ്. അംഗനവാടി ജീവനക്കാരോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധം. കോട്ടയത്ത് അംഗനവാടി ജീവനക്കാരുടെ കളക്ടറേറ്റ് ധർണ. സ്വർണ്ണവില ഇന്ന് 2 തവണ കുറഞ്ഞു. പവന് 1480 രൂപയുടെ കുറവ്. പവൻ വില ഇപ്പോഴും 1 ലക്ഷത്തിന് മുകളിൽ തന്നെ. ഏത്തവാഴ കൃഷി നഷ്ടത്തിൽ. വാഴക്കുലകൾക്ക് വിലയിടിഞ്ഞു. കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. വാർത്തകൾ വിശദമായി. കോട്ടയം ജില്ലയിൽ നിന്നും പക്ഷിപ്പനി ഭീതി ഒഴിയുന്നു. പനി ബാധിച്ച കോഴികളും താറാവുകളുമായി 1719 പക്ഷികളെ കൊന്ന് സംസ്കരിച്ചു. കോട്ടയം ജില്ലയിൽ പക്ഷിപ്പനി ഭീതി ഒഴിയുന്നു. അസുഖം കണ്ടെത്തിയ ഫാമുകളിലും 1 കിലോമീറ്റർ ചുറ്റളവിലുമുള്ള എല്ലാ പക്ഷികളെയും കൊന്ന് ശാസ്ത്രീയമായി സംസ്കരിച്ചിരുന്നു. നിലവിൽ ഭയക്കേണ്ട സാഹചര്യമില്ലെന്നാണ് മൃഗസംരക്ഷണ വകുപ്പ് അറിയിക്കുന്നത്. മാഞ്ഞൂരിലും കോട്ടയം നഗരസഭയിലെ 37, 38 വാർഡുകളിലുമുള്ള ഫാമുകളിലുമാണ് പക്ഷിപ്പനി പടർന്നു പിടിച്ചത്. കോഴികളും താറാവുകളുമായി 1719 പക്ഷികളെ കൊന്നു. പരമാവധി അണുനശീകരണവും നടത്തിയിട്ടുണ്ട്. ഭീതി ഒഴിഞ്ഞെങ്കിലും ജാഗ്രത തുടരുന്നു. മാഞ്ഞൂരിലെ ഫാം 2.5 ഏക്കറിനുള്ളിലായതിനാൽ പുറത്തേക്ക് അണുബാധയുണ്ടാകാൻ സാധ്യതയില്ലെന്ന് മൃഗസംരക്ഷണ വകുപ്പ് പറയുന്നു. കോട്ടയത്തേത് 2ഉം ബ്രോയിലർ ഫാമുകളായിരുന്നു. അണുനശീകരണം പൂർത്തിയാക്കി സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷമേ ഈ 3 ഫാമുകളും തുറന്ന് പ്രവർത്തിക്കൂ. പക്ഷിപ്പനി ബാധ ചിക്കൻ കച്ചവടത്തെ ബാധിച്ചിട്ടില്ല. ക്രിസ്മസ് പുതുവത്സര സമയമായതിനാൽ കച്ചവടക്കാർ ആശങ്കയിലായിരുന്നു. വായുവിലൂടെ മനുഷ്യരിലേക്ക് പക്ഷിപ്പനി പകരാൻ സാധ്യതയുള്ളതും മാരകവുമായ അസുഖമാണിത്. 50% വരെ മരണസാധ്യതയുമുണ്ട്. നിലവിൽ ഗുരുതരമായ വ്യാപനം എങ്ങും ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അംഗനവാടി ഹെൽപ്പേഴ്സ് ഇൻ കേരളയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. മേരിക്കുട്ടി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങളുമായി അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ഇൻ കേരളയുടെ നേതൃത്വത്തിൽ കോട്ടയം ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് ധർണ നടന്നു. കേരളത്തിലെ പെൻഷനായ അംഗൻവാടി വർക്കർമാരോടും ഹെൽപ്പർമാരോടും കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക, സുപ്രീം കോടതി അനുവദിച്ച ഗ്രാറ്റുവിറ്റി ഉടൻ വിതരണം ചെയ്യുക, പെൻഷൻ തുക 10,000 സർക്കാർ ഫണ്ടിൽ നിന്നും അനുവദിക്കുക, ക്ഷേമനിധി പുനഃസ്ഥാപിക്കുക, പെൻഷൻ തുക മുടക്കമില്ലാതെ ലഭിക്കുന്നതിന് വേണ്ടി ഓരോ വർഷവും പെൻഷൻ തുക ബജറ്റിൽ ഉൾപ്പെടുത്തുക, ഉത്സവബത്ത അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. സംഘടനാ നേതാവ് മേരിക്കുട്ടി സെബാസ്റ്റ്യൻ ധർണ ഉദ്ഘാടനം ചെയ്തു. നാളുകളായി ഞങ്ങൾക്ക് സുപ്രീം കോടതി അനുവദിച്ച ഗ്രാറ്റുവിറ്റി അടക്കം ആനുകൂല്യങ്ങളൊന്നും സർക്കാർ നൽകുന്നില്ല. ക്ഷേമ പെൻഷൻ തുച്ഛമായ തുകയാണെങ്കിലും അത് കൃത്യമായി ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2025 ഏപ്രിലിൽ റിട്ടയറായ അംഗൻവാടി വർക്കറാണ്. പക്ഷെ ഞങ്ങൾക്ക് അനുവദിച്ച പെൻഷൻ ഞങ്ങളുടെ ICDSൽ നിന്ന് ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ അംഗൻവാടിക്കാരുടെ പെൻഷൻ വാങ്ങിക്കുന്നവർക്ക് പഞ്ചായത്തിന്റെ ക്ഷേമ പെൻഷനും വാങ്ങിക്കാവുന്ന ഒരു നിയമമുണ്ട്. അത് വെട്ടിക്കുറച്ച് അത് 600 രൂപ മാത്രം ആക്കിയിരിക്കുകയാണ്. ഇത് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനും സുപ്രീം കോടതി അനുവദിച്ച ഗ്രാറ്റുവിറ്റി ഞങ്ങൾക്ക് ലഭിക്കുന്നതിനും പിന്നെ ക്ഷേമ പെൻഷൻ അടക്കം വർധനവ് നടപ്പാക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരപരിപാടി ഇന്നിവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. മേഴ്സി KD അധ്യക്ഷയായി. ഷേർലി ജോർജ്, ശ്യാമള C, സുജാത PS, ലീലാമ്മ PV, ശാന്തമ്മ KK, എൽസമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സ്വർണ്ണവിലയിൽ കുറവ്. ഇന്ന് 2 തവണയായി പവന് 1480 രൂപ കുറഞ്ഞു. സംസ്ഥാനത്ത് 1 ലക്ഷം കടന്ന് റെക്കോർഡുകൾ ഭേദിച്ചു കുതിച്ച സ്വർണ്ണവിലയിൽ ഇടിവുണ്ടായി. ഇന്ന് രാവിലെ 520 രൂപ കുറഞ്ഞ സ്വർണ്ണവിലയിൽ ഉച്ചയോടെ 960 രൂപയും കുറഞ്ഞു. അതോടെ ഇന്ന് 2 തവണകളായി 1480 രൂപ സ്വർണത്തിന് കുറഞ്ഞിട്ടുണ്ട്. 1,02,960 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 120 രൂപ കുറഞ്ഞ് 12,870 രൂപയിലെത്തി. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സ്വർണ്ണവില ആദ്യമായി 1 ലക്ഷം കടന്നത്. ചൊവ്വാഴ്ച പവന് 1760 രൂപ വർദ്ധിച്ച് സ്വർണ്ണവില ചരിത്രം കുറിച്ചു. ഡിസംബർ മാസത്തിന്റെ തുടക്കത്തിൽ 95,680 രൂപയായിരുന്നു 1 പവൻ സ്വർണത്തിന്റെ വില. 9-ാം തീയതി 94,920 രൂപയായി ഇടിഞ്ഞ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ എത്തിയ സ്വർണ്ണവില പിന്നീടുള്ള ദിവസങ്ങളിൽ കുതിക്കുന്ന ദൃശ്യമാണ് വിപണി കണ്ടത്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും GSTയും ഹോൾമാർക്കിംഗ് ചാർജും ഉൾപ്പെടെ 1 പവൻ സ്വർണ്ണാഭരണം കയ്യിൽ കിട്ടാൻ 1,15,000 രൂപയിലധികം നൽകണം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.
വിപണിയിൽ ഏത്തവാഴക്കുലയ്ക്ക് വിലയിടിഞ്ഞതോടെ ഏത്തവാഴ കർഷകർ പ്രതിസന്ധിയിൽ. വില വർദ്ധിക്കുമെന്ന അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ടതോടെ ജില്ലയിലെ നല്ല വിഭാഗം ഏത്തവാഴ കർഷകരും ദുരിതത്തിലാണ്. വാഴക്കുലകൾ പലയിടത്തും കിടന്ന് നശിക്കുകയാണെന്ന് കർഷകർ പറയുന്നു. ഏത്തവാഴക്കുലയ്ക്ക് വിലയിടിയുന്നു. പ്രതീക്ഷയോടെ ഏത്തവാഴ കൃഷി നടത്തിയ ജില്ലയിലെ നല്ലൊരു വിഭാഗം കർഷകരാണ് വിലയിടിവിന്റെ പ്രതിസന്ധിയിലുള്ളത്. ഉൽപ്പാദിപ്പിച്ച വാഴക്കുലകൾ എന്തു ചെയ്യണമെന്നറിയാതെ വലയുകയാണ് ഇവർ. വാഴക്കുലകൾ പലയിടത്തും കിടന്ന് നശിക്കുകയാണെന്ന് കർഷകർ പരാതിപ്പെടുന്നു. കൃഷി വകുപ്പിന്റെ അടിയന്തര നടപടിയുണ്ടായില്ലെങ്കിൽ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് നീങ്ങി വരുന്നുണ്ടെന്നും കർഷകർ പറയുന്നു. ആഘോഷവേളകളിൽ ഉപയോഗം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിലും അതും നഷ്ടപ്പെട്ടു. ക്രിസ്മസുമായി ബന്ധപ്പെട്ടും വില വർധനയുണ്ടായില്ലെന്ന് ഇവർ പരിതപിക്കുന്നു. ഈ വർഷത്തെ അവസാന പ്രതീക്ഷയും നശിച്ച് വിലയിടിവ് മൂലം ഏത്തവാഴ കർഷകർ കനത്ത സാമ്പത്തിക ബാധ്യതയിലായിരിക്കുകയാണ്. കൃഷി വകുപ്പിന്റെയും ഹോർട്ടികോർപ്പിന്റെയും ഇടപെടൽ വിഷയത്തിലുണ്ടാകണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. ഈ പ്രാവശ്യം വാഴക്കുലയെല്ലാം നന്നായിട്ട് വില കുറഞ്ഞിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. സർക്കാർ ഇതിൻ്റെ കാര്യത്തിൽ കർഷകർക്ക് വേണ്ടി ഒരു നടപടിയും ചെയ്യുന്നില്ല. ഇപ്പം നിലവിൽ 20 രൂപ 25 രൂപയാണ് നല്ല ഏത്തക്കുലയ്ക്ക് വിലയുള്ളത്. അതായത് ഒരു കർഷകൻ ഒരു വാഴ കൊലപ്പിച്ച് വിപണിയിലെത്തിക്കുമ്പം ഏകദേശം 300 രൂപയോളം മുടക്ക് വരുന്നുണ്ട്. ആ മുടക്കിന് ഉള്ള ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല. ഒരു വാഴക്കൊല വിറ്റ് കഴിയുമ്പോൾ പരമാവധി ഉള്ള ഒരു ആവറേജ് കൊല വരുമ്പോൾ 10 കിലോയാണ് വരുന്നത്. അപ്പോൾ ഒരു 250 രൂപ 200 രൂപയൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു കർഷകന് ഒരു വാഴ നട്ട് കൊലപ്പിച്ച് വിറ്റ് കഴിയുമ്പോൾ 100 രൂപയോളം അല്ലെങ്കിൽ 50 രൂപയോളം നഷ്ടത്തിലാണ് വരുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുതുവത്സരത്തെ വരവേൽക്കാൻ കോട്ടയം കാർണിവൽ. വിജയപുരത്ത് പാപ്പാഞ്ഞിയുടെ പണികൾ പൂർത്തിയായി വരുന്നു. ബുധനാഴ്ച രാത്രി 12 മണിക്ക് പാപ്പാഞ്ഞിയെ കത്തിക്കും. പുതുവത്സരാഘോഷത്തിൽ പങ്കെടുക്കാൻ അങ്ങ് കൊച്ചി വരെ പോകേണ്ടതില്ല. ഇവിടെ കോട്ടയത്ത് വിജയപുരത്തെത്തിയാൽ മതി. വിജയപുരത്താണ് കോട്ടയം കാർണിവൽ. വിജയപുരം മോസ്കോ ബണ്ട് റോഡിൽ ബുധനാഴ്ച രാത്രി 12 മണിക്ക് കത്തിക്കാനായി പാപ്പാഞ്ഞി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. വിജയപുരം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ യുവാക്കൾ ചേർന്നാണ് പാപ്പാഞ്ഞിയെ നിർമ്മിക്കുന്നത്. 40 അടി ഉയരമാണ് പാപ്പാഞ്ഞിക്കുള്ളത്. ഇന്ന് രാത്രിയിലോ നാളെ രാവിലെ 10 മണിക്കോ പാപ്പാഞ്ഞിയെ സ്ഥാപിക്കും. കഴിഞ്ഞ വർഷം വരെ പാപ്പാഞ്ഞിയെ ഉണ്ടാക്കാനായി പഞ്ചായത്തിൽ നിന്നും തുക ലഭിച്ചിരുന്നു. ഇക്കുറി പഞ്ചായത്തിൽ നിന്നുള്ള ഫണ്ട് ലഭിക്കാത്തതിനാൽ പൊതുജനങ്ങളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെയാണ് പാപ്പാഞ്ഞിയെ നിർമ്മിക്കുന്നതെന്ന് സംഘാടകനായ ബിജു പറഞ്ഞു. പാപ്പാഞ്ഞിയുടെ ഒരുക്കങ്ങൾ ഏകദേശം ഒരു 70% പണി പൂർത്തിയായിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ അത്ര വലിയ ഭീമാകാരനായ പാപ്പാഞ്ഞി തന്നെയാണ് ഇപ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് ഇലക്ഷനൊക്കെ അതോട് കുറച്ച് സമയം കിട്ടിയില്ല. പിന്നെ പെട്ടെന്ന് നമ്മളത് കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാ വർഷത്തെ പോലെ ചെയ്യണമെന്നൊരു ആഗ്രഹത്തോടു കൂടി ഇത് ചെയ്തുകൊണ്ടിരുന്ന ചെറുപ്പക്കാർ തന്നെ മുൻകൈയെടുത്ത് ഇറങ്ങി ഇതിപ്പോൾ നടത്തുന്നുള്ള രീതിയിലോട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം വരെ നമുക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു ഫൈനാൻസ് പരമായിട്ട് നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം പഞ്ചായത്ത് പുതിയ ഭരണസമിതി ആകുന്നതുകൊണ്ട് ആ ഒരു ഫൈനാൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ശകലം മടുപ്പുണ്ട്. അതിന് കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ബാക്കി ഞങ്ങൾ കുറച്ച് പേര് കൂടി മുൻകൈ എടുത്തിട്ട് ഇതങ്ങ് നടത്തുകയാണ്. അതിനകത്ത് നമുക്ക് ഓക്സിജനും അതുപോലുള്ള ഇവിടുത്തെ കോട്ടയത്തെ വിവിധ സ്ഥാപനങ്ങൾ നമുക്ക് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. അവരുടെ എല്ലാം സഹായത്തോടു കൂടി നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും മനോഹരമായിട്ട് തന്നെ നല്ല രീതിയിൽ ഈ പരിപാടി നടത്താനായിട്ടാണ് ഞങ്ങൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. 2018 യുവാക്കൾ ചേർന്ന് പുതുവത്സര തലേന്ന് ഒരു ചെറിയ പരിപാടിയായാണ് കോട്ടയം കാർണിവൽ തുടങ്ങിയത്. എന്നാൽ വർഷങ്ങൾ കഴിയുന്തോറും പരിപാടി വിപുലമായി. ഇപ്പോൾ DJ പാർട്ടിയും ഗാനമേളയും ഉൾപ്പെടെയാണ് പുതുവത്സരാഘോഷം നടക്കുന്നത്. കൂടാതെ പടക്കം പൊട്ടിച്ച് പുതുവത്സരത്തെ വരവേൽക്കും. ആയിരക്കണക്കിന് ആളുകൾ അന്നേ ദിവസം കോട്ടയം കാർണിവലിൽ പങ്കെടുക്കാൻ വിജയപുരം മോസ്കോ ബണ്ട് റോഡിൽ എത്തും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മകരവിളക്ക് മഹോത്സവത്തിനായി നാളെ വൈകിട്ട് 5 മണിക്ക് ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രനട തുറക്കും. തന്ത്രി മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറക്കും. മേൽശാന്തി സന്നിധാനത്തെ ആഴിയിൽ അഗ്നി പകർന്ന ശേഷം തീർത്ഥാടകർക്ക് 18ാം പടി ചവിട്ടി ദർശനം നടത്താം. പണ്ഡല പൂജകൾ പൂർത്തിയാക്കി ഡിസംബർ 27 രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടച്ചിരുന്നു. കാവിൻപുറം ക്ഷേത്രത്തിൽ തിരുവാതിര ദേശതാലപ്പൊലി മഹോത്സവം തുടങ്ങി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിലേക്ക് എത്തി. ഏഴാച്ചേരി കാവിൻപുറം ക്ഷേത്രത്തിൽ തിരുവാതിര ദേശതാലപ്പൊലി മഹോത്സവം തുടങ്ങി. തിരുവാതിരകളി വഴിപാട് ഉദ്ഘാടനം ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ മനോജ് B. നായരും ഭാര്യ പ്രീത മനോജും ചേർന്ന് നിർവഹിച്ചു. കാവിൻപുറം ദേവസ്വം പ്രസിഡന്റ് TN സുകുമാരൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പാലാ നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനു, വൈസ് ചെയർപേഴ്സൺ മായ രാഹുൽ എന്നിവർ മുഖ്യാതിഥികളായി. സമ്മേളനത്തിൽ കാവിൻപുറം ദേവസ്വം പ്രസിഡന്റായി 2 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ TN സുകുമാരൻ നായരെയും പാലാ നഗരസഭാ ചെയർപേഴ്സൺ ദിയ
പ്രിയ ബിനു, വൈസ് ചെയർപേഴ്സൺ മായ രാഹുൽ തുടങ്ങിയവരെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. പ്രസിദ്ധ സോപാന സംഗീതജ്ഞൻ വേണുഗോപാൽ പി ഐമനത്തെയും സമ്മേളനത്തിൽ ആദരിച്ചു. രാവിലെ നടന്ന വിശേഷാൽ നവഗ്രഹ പൂജയ്ക്കും വിദ്യാഗോപാല മന്ത്രാർച്ചനയ്ക്കും തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മേൽശാന്തി ഹരി നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. കാലത്തിന്റെ ഇടവേള മറികടന്ന് അവർ വീണ്ടും ഒന്നിച്ചു. മണർകാട് സെന്റ് മേരീസിൽ നടന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന കൂടിച്ചേരൽ ഓർമ്മകൾ വീണ്ടും ക്ലാസ് മുറിയിലെത്താൻ സഹായിച്ചു. ഒരേ ക്ലാസ് മുറികളിൽ നിന്ന് ജീവിതത്തിലേക്ക് പറന്നുയർന്ന സഹപാഠികളും വഴികാട്ടിയായ അധ്യാപകരും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിച്ചപ്പോൾ മണർകാട് സെന്റ് മേരീസ് സ്കൂൾ അങ്കണം ഓർമ്മകളുടെ ഉത്സവവേദിയായി മാറി. വർഷങ്ങൾക്ക് ശേഷം എന്ന പേരിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചിരിയുടെയും നൊസ്റ്റാൾജിയയുടെയും മനോഹര നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. പഴയ ക്ലാസ് മുറികളിലെ ചിരികളും സൗഹൃദ നിമിഷങ്ങളും പുതുക്കിയെടുക്കുന്നതിന് സ്കൂൾ അങ്കണം സാക്ഷ്യം വഹിച്ചു. വർഷങ്ങൾക്ക് ശേഷം എന്ന പേരിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. കൈവരിച്ച് സ്കൂളിൽ തിരിച്ചെത്തുക എന്നുള്ളത് ഏതൊരു സ്കൂളിനെ സംബന്ധിച്ചും അഭിമാനമുള്ള നിമിഷം. അതുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്കെല്ലാം സന്തോഷ നിമിഷമാണ്. തങ്ങളുടെ വിദ്യാർത്ഥിനികൾ തിരിച്ച് ഈ സ്കൂളിൻ്റെ തിരുമുറ്റത്തെത്തുമ്പോൾ അവരെ കാണുമ്പോൾ ഓരോ അധ്യാപകർക്കും അഭിമാന നിമിഷം. കാരണം തങ്ങളുടെ പ്രയത്നം, തങ്ങളുടെ ശ്രമം, അതിന് വലിയ വിജയം കൈവരിച്ച് അവർ തിരിച്ചെത്തി നിൽക്കുമ്പോൾ ഏതൊരു അധ്യാപികയെ സംബന്ധിച്ചും സന്തോഷം നൽകുന്ന നിമിഷമാണ്. തുടർന്ന് കേക്ക് മുറിക്കൽ ചടങ്ങും നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ J. മാത്യു മണവത്ത് കോർ എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥിനിയും ചലച്ചിത്ര താരവുമായ ഭാമ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്കൂൾ കാലത്തെ സ്നേഹസ്മരണകൾ അവർ പങ്കുവച്ചു. മണർകാട് കത്തീഡ്രൽ ട്രസ്റ്റി സുരേഷ് K. എബ്രഹാം, റിട്ടയർഡ് അധ്യാപകൻ വർഗീസ് ഫിലിപ്പോസ്, വിജി ആൻ കുര്യൻ എന്നിവർ പ്രസംഗിച്ചു. വിരമിച്ച അധ്യാപകരെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു. 1998 മുതൽ 2018 വരെ വിവിധ ബാച്ചുകളിലായി പഠനം പൂർത്തിയാക്കിയ പൂർവ്വ വിദ്യാർത്ഥികൾ, അവരുടെ കുടുംബാംഗങ്ങൾ, വിരമിച്ച അധ്യാപകർ, പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങളായ സുനീഷ്, സൂരജ്, പ്രതീഷ്, അർച്ചന, മെർലിൻ, ബിബിൻ, അലൻ, സോണിയ, രോഹിത് തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ കലാപരിപാടികളും കരോക്കെ ഗാനമേളയും സ്നേഹവിരുന്നും ചടങ്ങിന് നിറം പകർന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സാമൂഹ്യ സന്നദ്ധ സംഘടനയായ റൂഫിന്റെ ആസ്ഥാന മന്ദിരം വെഞ്ചരിപ്പും വാർഷിക പൊതുസമ്മേളനവും വിവിധ മെഡിക്കൽ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും ജനുവരി 2-3 തീയതികളിൽ നടക്കും. റൂഫിന്റെ പുതുതായി നിർമ്മിച്ച ആസ്ഥാന മന്ദിരത്തിന്റെ വെഞ്ചരിപ്പ് 2-ാം തീയതി വൈകിട്ട് 5-ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ നിർവഹിക്കും. വയോജന ആതുര സേവന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശനും നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെല്ലാക്കോട്ടത്തിന് 1000 സ്ക്വയർ ഫീറ്റും 1900 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഓഡിറ്റോറിയമായിട്ടാണ് അത് നിർമ്മിതി തീർന്നുകൊണ്ടിരിക്കുന്നത്. ആ നിർമ്മിതിയുടെ പ്രവർത്തനത്തിന് തീർന്നതോടുകൂടി അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ബ്ലസ്സിംഗ് കർമ്മം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ തോമസ് തറപ്പിതാവാണ് അതിൻ്റെ ആ ബ്ലസ്സിംഗ് കർമ്മം നടത്തുന്നത്. അതോടുകൂടി അത് നടക്കുന്ന മെയിൻ ഒരു പ്രോജക്റ്റാണ് ഞങ്ങളുടെ ഈ ഡേ ബോർഡിംഗ് എന്ന് പറയുന്നത്. പ്രായമുള്ളവരെ കൊണ്ടുവരും അവിടെ നമ്മൾ ശുശ്രൂഷിക്കാനും അതുപോലെ അല്ലാത്തവരെ നമ്മുടെ അവിടെ കൂട്ടത്തിൽ കൊണ്ടുപോയി അവർക്ക് വർത്തമാനം വരെയെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു മെയിൻ പ്രോജക്റ്റാണ് അന്നത്തെ ഞങ്ങളുടെ ഉദ്ഘാടനത്തിന് പ്രധാനപ്പെട്ടത്. അത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. KSCB പെൻഷനേഴ്സ് അസോസിയേഷന്റെ 17ാം കുടുംബസംഗമം ചൊവ്വാഴ്ച നടക്കും. രാവിലെ 10 മണിക്ക് പൊൻകുന്നം അത്യാലിൽ ബിൽഡിംഗിലെ പെൻഷൻ ഭവൻ ഹാളിലാണ് പരിപാടി. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജില്ലയിൽ പക്ഷിപ്പനി ഭീതി ഒഴിയുന്നു. 1719 പക്ഷികളെ കൊന്ന് സംസ്കരിച്ചു. ജാഗ്രത തുടരണമെന്ന് മൃഗസംരക്ഷണ വകുപ്പ്. അംഗനവാടി ജീവനക്കാരോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധം. കോട്ടയത്ത് അംഗനവാടി ജീവനക്കാരുടെ കളക്ടറേറ്റ് ധർണ. സ്വർണ്ണവില ഇന്ന് 2 തവണ കുറഞ്ഞു. പവന് 1480 രൂപയുടെ കുറവ്. പവൻ വില ഇപ്പോഴും 1 ലക്ഷത്തിന് മുകളിൽ തന്നെ. ഏത്തവാഴ കൃഷി നഷ്ടത്തിൽ. വാഴക്കുലകൾക്ക് വിലയിടിഞ്ഞു. കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.